പെൺകുട്ടികളുടെ വൃത്തി കാലിൽ നോക്കി അറിയാന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായും പെൺകുട്ടികളുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ ഒരു പേഴ്സന്റെ വൃത്തി അവരുടെ ഫുൾ ബോഡി മീറ്റ് നമ്മുടെ കാല് നോക്കി അറിയാമെന്നാണ്. എന്റെ കാല് അത്രയും നോക്കണ്ട, കാരണം ഇവിടെ ഈ മറ്റേ കാലാവസ്ഥയുടെ ആയതുകൊണ്ട് ഇത് കണ്ടോ. രേണുസുതിയുടെ ഒരുപാട് കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ട്. പുള്ളിക്കാരത്തി ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം ഇഷ്ടം പോലെ കണ്ടന്റുകൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കുറേ ചാനൽസ് ഇതിനോടകം തന്നെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ രേണു ഇപ്പം പുതിയൊരു പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അതായത് രേണുവിൻ്റെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലുകൾ പൂട്ടിക്കുക, കാശ് കൊടുത്ത് ആൾക്കാരെ വെച്ചിട്ട് ചാനലിന് സ്ട്രൈക്ക് എടുപ്പിക്കുക, ഇങ്ങനെയുള്ളൊരു പരിപാടിയായിട്ടാണ് രേണു ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വെളിയിൽ വിടുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ ഒരു ചാനലിനെയാണ് രേണുസുതി സമീപിച്ചിരിക്കുന്നതും അവരെയും കൊണ്ടാണ് ഈ സ്ട്രൈക്കുകൾ അടുപ്പിക്കുന്നതും. എനിക്കും എന്തായാലും 3-4 തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതെല്ലാം കൗണ്ടർ അടിച്ച് പൊട്ടിക്കും. ഈ സ്ട്രൈക്ക് അടിക്കുന്ന ആൾക്കാരോടാണ് പറയണത്, 5 കൗണ്ടർ നോട്ടിഫിക്കേഷൻ നിൻ്റെയൊക്കെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ചാനൽ തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. ഇവിടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാനലാണ്. ഏഷ്യാനെറ്റ് തന്നെ ഇവിടെ 117 സ്ട്രൈക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ 117 എണ്ണം നമ്മൾ കൗണ്ടർ അടിച്ച് പൊട്ടിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നിന്നെ കൊണ്ടൊക്കെ പറ്റുന്ന മാക്സിമം അടിച്ചോ, ഇവിടെ ഒരു കുഴപ്പമില്ല. വരുന്ന ദിവസങ്ങളിൽ ഇവന്മാരുടെ ഡീറ്റെയിൽസും എല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാര്യം ഈ പറയുന്ന യൂട്യൂബിൻ്റെ പോളിസി അണ്ടറിൽ നിന്നിട്ടാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത്. കാര്യം റിയാക്ഷൻ ചാനൽസ് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെ അനുവദിക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ അവരുടെ കണ്ടന്റ് അതേപോലെ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ രേണുസുതിയുടെ ആയിക്കോട്ടെ, രേണുസുതി കാണിക്കുന്ന അപരാധങ്ങളാണ് നമ്മൾ എടുത്തു വെച്ച് പറയുന്നത്, നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയണത്. അതിന് ഈ പറയുന്ന രീതിയിൽ സ്ട്രൈക്കൊക്കെ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് രേണുവിന് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. രേണുവിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എൻ്റെ വീട്ടുകാർ, കരീഷ്മ, അതുപോലെ എനിക്ക് നല്ല ബ്ലോഗേഴ്സ്. രേണു പറയുന്നുണ്ട് ഈ ചേർത്ത് പിടിക്കുന്നു എന്ന്. ഈ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇവിടെ ബോധം വിവരമുള്ള ഒരു മനുഷ്യനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് സ്വർണ്ണക്കടത്താണ് ഇതാണെന്നല്ല. ഞാൻ ഇപ്പോഴും അതിനൊന്നും യോജിക്കുന്നില്ല. ഞാൻ എവിടെയും പറയുന്നില്ല രേണുവിന് ആ ഒരു പരിപാടി ഉണ്ടെന്ന്. രേണു സോഷ്യൽ മീഡിയ കടന്ന് കുറേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികൾ കാണിക്കുമായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവർ അത്രയും വലിയ ഭീകര സംഭവത്തിനകത്തോട്ട് പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ എന്ത് തോന്നിവാസവും കാണിച്ചോ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരാണോ നല്ല ആൾക്കാർ? നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഗഡ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവണം. അതായിരിക്കണം സുഹൃത്തുക്കൾ. സ്വർണം കടത്താനാണ് ആരോപണം. എന്നാ പിന്നെ ഈ ഇവിടെ എയർപോർട്ടിനകത്തിരിക്കുന്നവരൊക്കെ എല്ലാം ബുദ്ധിയുള്ളവരല്ലേ? അവർ വെറുതെ എന്നെ കടത്തി വിടുവോ? ഈ പെട്ടി പ്രമാണം എല്ലാം സ്കാൻ ചെയ്തിട്ടില്ലേ കയറ്റി വിടുന്നത്? തീർത്താത്ത പറയട്ടെ. അതൊക്കെ സത്യമായിരിക്കും. രേണു സ്വർണ്ണക്കടത്തുമായിട്ട് യാതൊരുവിധ ബന്ധവും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ? കാര്യം അവർ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറേ പരിപാടികൾ, ഉടായ്പകളൊക്കെ കാണിച്ചിട്ട് റീച്ചിന് വേണ്ടി പല പരിപാടികളും കാണിക്കുന്നുണ്ട്. പല രീതിയിലുള്ള കണ്ടന്റുകൾ ഇട്ട് തരുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത്, നെഗറ്റീവിലൂടെ മാക്സിമം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഈ സ്ത്രീ കാണിക്കുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി ഒട്ടും യോജിപ്പില്ലെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് രേണു ഭയങ്കര രീതിയിലുള്ള തരികിട പരിപാടികൾ ഇതിൻ്റെ മറവിൽ ചെയ്യുമെന്ന് എനിക്കെന്തോ അത് വിശ്വസിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. രേണു താഴെ മൊത്തം പൂക്കള്, അടുത്ത ആരെ പൂ തന്നിട്ടില്ലേ? ഇപ്പൊ അടുത്ത ആരെങ്കിലും പൂ തന്നിട്ടില്ല? ഒരാള് വാലന്റൈൻസ് ഡേക്ക് തന്നു, ഒരു സെലിബ്രേറ്റ് ആളുടെ പേര്. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ചുമ്മാതെ ഇട്ട് തരുവാണ്. അതായത് പുറമേ എനിക്ക് എൻ്റെ സുധിച്ചേട്ടൻ ജീവനാണ്, എന്നിട്ട് തൊട്ടപ്പുറത്ത് വാലന്റൈൻസ് ഡേക്ക് എനിക്ക് പൂ തന്നു, ആളുടെ പേര് ഞാൻ പറയത്തില്ല, ഒരു മിലിറ്ററി ഓഫീസറുണ്ട്, എന്നോടൊക്കെ അടുത്ത പ്രണയമാണ്. ഇതൊക്കെയാണ് രേണുവിൻ്റെ പരിപാടികൾ. കാര്യം രേണുവിന് അറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറി വിളിക്കാൻ പറ്റത്തുള്ളൂ, രേണുവിന് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സ്ത്രീ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതൊന്നും അല്ല, ഇതിനപ്പുറം വർത്തമാനങ്ങൾ രേണുസുതി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുന്നതിനടുത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോസുകൾ കാണാം, അത് കാണാം, ഇത് കാണാം എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ചിരിച്ചുകൊണ്ട് കുറേ ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയോട് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. കാര്യം ഇവർക്കൊരു മകൻ വളർന്നു വരുവാണ്, അതിൻ്റെയെങ്കിലും ഒരു ബോധം ഇവർ കാണിക്കാത്ത എന്താണെന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇത് കണ്ടൻറ്റാണ്, രേണു നമുക്കെല്ലാവർക്കും കണ്ടൻറ്റുകളെല്ലാം തരുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് രേണു ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ച് ഇത് എത്ര നാൾ എക്സിസ്റ്റ് ചെയ്യും? ഇത് എങ്ങനെ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? രേണുവിൻ്റെ കുറേ അന്തം ഫാൻസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇതിങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ സോഷ്യൽ മീഡിയ കൂടെ കാശ് ഉണ്ടാക്കണ്ടേ? നിങ്ങളൊക്കെ പറ.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്താണ് രേണുവിൻ്റെ ഒരു ക്വാളിറ്റി അത് പറ. ഇവർ കാശുണ്ടായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാം. ഞാൻ പറയത്തില്ല. ആണോ? എല്ലാരും അറിയുന്ന സെലിബ്രിറ്റിയാ? സെലിബ്രിറ്റി എല്ലാവരും ഇഷ്ടം തുറന്നു പറഞ്ഞതെന്നാണോ? ഒരുവിധം ആൾക്കാരൊക്കെ അറിയുന്നതാണ്. ഇഷ്ടം തുറന്നു പറഞ്ഞതെന്നാണോ? ഇഷ്ടം തുറന്നാണോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോ ഒരു പൂ ഇങ്ങനെ നീട്ടുന്ന ഒരു സാധനം, നീണ്ട മുടി കട്ടത്താടി കട്ടത്താടി നീണ്ട അല്ലല്ല നീണ്ട മുടി തൊപ്പി കണ്ണാടി. സുരേഷന്റെ ഒരു രേണുവിൻ്റെ ഡ്രസ്സിങ്ങും രീതിയൊക്കെ കണ്ടില്ലേ? കാര്യം ഞാൻ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ധരിക്കണം ധരിക്കണ്ട എന്ന്. പക്ഷേ രേണു ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പബ്ലിക്കിന് മുന്നിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റീസൺ? ഇതെടുത്ത് വെച്ച് ചർച്ച ചെയ്യണം, ഇതിൻ്റെ പേര് 2-3 തെറികൾ വിളിക്കണം, എന്നിട്ട് ആ തെറിയുടെ കമൻസ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അതാണ് പുള്ളിക്കാരത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മോഡേൺ വേഷം ധരിച്ച് എന്നിട്ട് അവിടെ ചെന്നിരുന്ന് സദ്യയൊക്കെ കൊണ്ടുവന്നുണ്ട്, മോഡേൺ വസ്ത്രത്തിൽ വന്ന് സദ്യ ഉണ്ടെന്ന രേണുസുതി. അങ്ങനെ പല പല രീതിയിലും ക്യാപ്ഷൻ ഇട്ട് എത്രത്തോളം നാട്ടുകാരെ വെറുപ്പിക്കാവോ അങ്ങേറ്റത്തോളം വെറുപ്പിക്കും. ഒരിക്കലുമല്ല. നീണ്ട മുടി കട്ടത്താടി. രേണു ചെരുപ്പ് പുതിയ ചെരുപ്പല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണോ? ഇത് എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപയാണ്. 35,000 രൂപയുടെ ചെരുപ്പ്. 37,000 രൂപയുടെ ചെരുപ്പാണ് രേണുസുതി ഇട്ടിരിക്കുന്നത്. രേണുസുതി പണ്ട് താമസിച്ച വീട്ടിൻ്റെ വാടക നിലവിൽ ഇതുവരെയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കമൻസുകൾ നിലവിൽ വരുന്നുമുണ്ട്. പോരാത്തതിന് ആ ഹൗസ് ഓണർ തന്നെ വന്ന് പ്രതികരിക്കുന്നുമുണ്ട്. ഞാൻ വേറെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പുതിയ വീട് പണിയണം എന്നൊക്കെയുള്ള കുറേ പ്ലാൻസ് പറയുന്നത് കേട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയയും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ കടങ്ങളൊക്കെ ഒന്ന് വീട്ടുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മിനിമം ഈ സബ്സ്ക്രിപ്ഷന്റെ പൈസ അത്രയൊക്കെ ഇടണ്ടേ? രേണു ചെരുപ്പ് ഈ സബ്സ്ക്രിപ്ഷന്റെ പൈസ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു അനാഥാലയത്തിൽ ചെന്ന്, ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അനാഥാലയത്തിൽ ചെന്ന് അവർക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വാ തുറന്ന് നല്ലൊരു കാര്യം ഞാൻ കേൾക്കുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ്റെ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ അനാഥാലയത്തിൽ പോയിട്ട് അവർക്ക് കൊടുക്കുമെന്ന്. ഇതൊക്കെ കൊടുത്ത് കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. കാര്യം ആ സബ്സ്ക്രിപ്ഷൻ്റെ പേരിൽ ഇതുപോലെ വിവാദമുള്ള ഒരു വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർക്ക് ഡൊണേറ്റ് ചെയ്യും. അവർക്കുള്ള അത് അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതല്ലാണ്ട് കുറച്ച് പൈസ അവരുടെ കൊടുത്തിട്ട് പറയും ഇത് അവർക്ക് ഫുഡ്. ഇപ്പം രേണു പൊതുവെ കോസ്റ്റ്ലി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്ന് മുതലാണ് സബ് തുടങ്ങി കഴിഞ്ഞിട്ട്? സബ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കോസ്റ്റ്ലി ആകും. മൊത്തം ഡ്രസ്സാണെങ്കിലും ചപ്പലാണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും കോസ്റ്റ്ലി. ഇപ്പം രേണു പൊതുവെ പെൺകുട്ടികളുടെ വൃത്തി കാലിൽ നോക്കി അറിയാന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായും പെൺകുട്ടികളുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ ഒരു ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൂടെ? ഞാൻ ഇവരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവരൊക്കെ മേ ബി കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ രേണു അത് എൻ്റർടൈൻ ചെയ്യുന്ന രീതി കണ്ടില്ലേ? അതായത് ഒരു സ്ത്രീയുടെ വൃത്തി കാലിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ എന്നും പറഞ്ഞിട്ട് കാല് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. ഇതൊക്കെ അങ്ങ് ഭയങ്കര സംഭവമായിട്ടാണോ നിങ്ങളെല്ലാവരും കരുതുന്നത്? ഇതൊന്നും കണ്ട ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊന്നും പേഴ്സണലി ഇതൊന്നും കണ്ടിട്ട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റുന്നില്ല. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഒന്ന് ആലോചിക്കുക, ഇതൊക്കെയാണോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? എത്ര പിള്ളേർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെന്നറിയോ? ഒരുപാട് വീടുകളിലെ കൊച്ചു പിള്ളേർ ഇപ്പോഴും, അതായത് നമ്മളൊക്കെ പലവട്ടം ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്റ്റിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ രേണുവിന് വേണമെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തൂടെ? നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ രേണുവിന് പറയാം. പക്ഷേ രേണു പറയത്തില്ല. രേണുവിന് അതാണ് വേണ്ടത്. കാര്യം ഇങ്ങനെയൊക്കെയാണ് രേണുവിന് മാർക്കറ്റ് ചെയ്യേണ്ടത്. വൃത്തി അവരുടെ ഫുൾ ബോഡി നീറ്റ് നമ്മുടെ കാല് നോക്കി അറിയാമെന്നാണ്. എൻ്റെ കാല് അത്രയും നോക്കണ്ട. കാരണം ഇവിടെ ഈ മറ്റേ കാലാവസ്ഥയുടെ ആയതുകൊണ്ട് ഇത് കണ്ടോ ഒരുമാതിരി. അങ്ങനൊരു മൂഡൊന്നും ഇല്ല. എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു തുള്ളി മദ്യം കഴിക്കത്തില്ല. മൈൻഡ് ഹാപ്പി ഉള്ളപ്പോൾ 2 അടിക്കും. ഇതാണ് രേണുസുതി പറഞ്ഞു വരുന്നത്. സുധി എന്ന് പറയുന്നൊരു വ്യക്തി എന്തുമാത്രം മദ്യപാനി ആയിരുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുധിയോട് സഹകരിച്ച ആൾക്കാർക്കും അതറിയാവുന്നതാണ്. ദൈവത്തെ ഓർത്ത്
നിങ്ങൾ ഇതൊക്കെ ഈ കുടിക്കുന്നതൊക്കെ ഒരു വലിയൊരു ഭയങ്കര സംഭവമാണെന്നൊക്കെ ഉള്ള രീതി നിങ്ങൾ വന്നിരുന്ന് വർണ്ണിക്കാൻ നിൽക്കരുത്. അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തും ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്, എനിക്ക് പ്രാരാബ്ധമാണ്, 2 കുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു, ഒരു നിവൃത്തിയുമില്ല. പക്ഷേ ഏണു ഇപ്പം പറയുന്ന ഡയലോഗൊക്കെ കണ്ടില്ലേ, ഒന്നും പറയാനില്ല. കാലത്തിൻ്റെയൊക്കെ ഓരോ മാറ്റങ്ങളെ. പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫും. ഓക്കെ, നമ്മുടെ അവിടെ റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണല്ലോ പോയത്, അവിടെ സാധനം കിട്ടില്ലേ? കിട്ടും, റൂമിൽ കിട്ടും. റൂമിൽ ഞാൻ പറയാം സ്മിർനോഫ് ഇത്തവണ, പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫും. ഓക്കെ, നമ്മുടെ അവിടെ ഹാപ്പി ആണെങ്കിലേ ഞാൻ കഴിക്കത്തുള്ളൂ. എൻ്റെ മനസ്സ് ഹാപ്പി ആയിരിക്കണം. അങ്ങനെ അബ്സല്യൂട്ടും സ്മിർനോഫും ഒക്കെ അടിക്കത്തുള്ളൂ. ചില സമയങ്ങളിൽ വോഡ്ക അടിക്കും. ഒന്നും പറയുന്നില്ല. എന്തായാലും നല്ല കാര്യങ്ങൾ തന്നെ. എന്തായാലും എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വളരെ സന്തോഷം. ഇപ്പോഴും ആൾക്കാർ തലയെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്തോ ഭയങ്കര സംഭവമാണ് രേണു ചെയ്യുന്ന എല്ലാം നല്ലതാണ്. ഇതെല്ലാം കണ്ടന്റിന് വേണ്ടിയിട്ട് മേ ബി ഇട്ടായിരുന്നായിരിക്കും കേട്ടോ. അത് അവർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാകാതിരി. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ രേണു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ രേണു മാത്രം ചെയ്യുന്നത്. രേണു ചെയ്താൽ റീച്ചുണ്ട്, കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യും തോറും രേണുവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടം. ഞങ്ങളെ 10 പേര് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രേണു പിന്നെ അനങ്ങത്തില്ല. അപ്പോൾ ഇപ്പോൾ സ്ട്രൈക്ക് അടിക്കാനൊക്കെ രേണു തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കുറേ വായി നോക്കിയുള്ള കയ്യിലൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ട് സ്ട്രൈക്ക് അടിക്കാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് രേണു ആലോചിക്കണം, ഞങ്ങളെപ്പോലെ ഒരു 10 പേര് നിങ്ങളെ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ രേണുവിൻ്റെ ഈ പറയുന്ന മാർക്കറ്റ് എല്ലാം കംപ്ലീറ്റ് ഡിമ്മാവും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ കൂടുതൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ കൂടുതൽ ഈ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ പഴയതുപോലെ വീട്ടിൽ ചെന്നിരിക്കുക. ഞാൻ മദ്യം കഴിക്കും. അങ്ങനെ ഒരു അത് ചില ആളുകളും മദ്യം കഴിക്കുന്നത് മൈൻഡ് ഔട്ട് മാറാനാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കാണാറുള്ളത് എന്തെങ്കിലും കഴിക്കുന്നത്, സ്മോൾ കഴിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഹാപ്പി. അവനെ ആരും എടുക്കരുത്. ഈ ഒരു മിനിറ്റ്, എന്റെ മാനേജർ വിളിക്കുന്നു. ആ ചക്കരെ, അവനെ ആരും എടുക്കരുത്. ഈ ഒരു മിനിറ്റ്, എന്റെ മാനേജർ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇറങ്ങുവാണ്. മാനേജർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൊന്നേ ചക്കരെ എന്തോന്നടേ ഇത്? എന്തോ നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ഒരു വ്യക്തിയാണെന്ന് ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പറയുമോ ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല? കിച്ചുവിൻ്റെ വിഷയത്തിന് ശേഷം ഇവർ സംസാരിച്ച ഡയലോഗുകളാണ് അതൊക്കെ. ഇപ്പോൾ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഇവർക്ക് യാതൊരു കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയാണ് ഇവർ. കിച്ചുവിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആ ഒരു മൈൻഡായി. എന്തായാലും അവൻ ഇനി വരുന്ന ദിവസങ്ങളിലൊന്നും ഒന്നും വന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അവൻ ഒരു വട്ടം വന്ന് പറഞ്ഞ് വിട്ടുപോയി. പക്ഷെ പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ താമസിക്കാതെ റിയാക്ട് ചെയ്യും. എന്തായാലും ഇതിൽ നിന്ന് തന്നെ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന കിച്ചുവും രേണുവായിട്ടൊക്കെ എന്തുമാത്രം അടുപ്പം ഉണ്ടായിരുന്നു എന്നും കിച്ചുവിന് എന്തുകൊണ്ടാണ് ഇവരോട് വെറുപ്പ് തോന്നിയെന്നൊക്കെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. അതുകൊണ്ട് സ്ട്രൈക്ക് അടിപ്പിക്കുന്ന പരിപാടികൾ നടക്കട്ടെ, മാക്സിമം അടിച്ച് നോക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ ഇതിൻ്റെ എല്ലാം കൂടെ അവസാനം ഒരു തിരിച്ചൊരടിയുണ്ട്. ആ അടി പിന്നെ താങ്ങണം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.